കൊൽക്കത്ത ആർജിക്കർ മെഡിക്കൽ കോളേജിലെ PG ട്രെയിനി ഡോക്ടറുടെ കൊലപാതകത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു. രാത്രിയിലും വിദ്യാർത്ഥികളും നൂറുകണക്കിന് യുവാക്കളും കൊൽക്കത്ത നഗരത്തിൽ റോഡ് ഉപരോധിച്ചു. പ്രതിഷേധിച്ചു. സംഭവത്തിൽ കൃത്യമായ അന്വേഷണം നടത്തണമെന്നും കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ കുടുംബത്തിന് നീതി ഉറപ്പാക്കണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. അതിനിടെ ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷയെപ്പറ്റി പഠിക്കാൻ പുതിയ സമിതിയെ നിയമിക്കുമെന്നും ഡോക്ടർമാർ പ്രതിഷേധം അവസാനിപ്പിക്കണമെന്നും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. വിശദാംശങ്ങളുമായി ദില്ലിയിൽ നിന്നും സിബിയാണ് ചേരുന്നത്. സിബി, ഗുഡ് മോർണിംഗ്. കൊൽക്കത്തയിലെ വനിതാ ഡോക്ടറുടെ കൊലപാതകത്തിൽ പ്രതിഷേധം ആളിക്കത്തുക തന്നെയാണ്, അത് തുടരുക തന്നെയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്നും ഇടപെടലുകൾ, ചില നിർദ്ദേശങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പോലും അതിനെ ഒന്നും വകവെക്കാതെ പ്രതിഷേധക്കാർ മുൻപോട്ട് പോകുന്നൊരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. എന്താണ് നിലവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? പ്രിയ, ഗുഡ് മോർണിംഗ്. എന്തായാലും കൊൽക്കത്തയിലെ സംഭവം വളരെ വലിയ രീതിയിൽ രാജ്യവ്യാപക പ്രതിഷേധത്തിന് തന്നെ ഇടയാക്കിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ വെള്ളിയാഴ്ച ഉണ്ടായ സംഭവത്തിൽ തുടർച്ചയായി ഇന്നലെ ഈ 24 മണിക്കൂർ, ഇന്ന് രാവിലെ 6 മണി വരെ തുടർച്ചയായി 24 മണിക്കൂർ IMA ഉൾപ്പെടെ എല്ലാ നിലയും വലിയ പ്രതിഷേധത്തിലായിരുന്നു. ഈ പ്രതിഷേധം വരും ദിവസങ്ങളിലും തുടരുകയും ചെയ്യും. ഇതിൽ ഏറ്റവും പ്രധാനമായും ഇത്തരത്തിൽ നിർഭയയ്ക്ക് ശേഷമുള്ള ഒരു വലിയ ഒരു അതിക്രൂരമായ ഒരു ബലാത്സംഗത്തിനിരയായി ഒരു വനിതാ ഡോക്ടർ കൊല്ലപ്പെടുന്നു എന്നുള്ള സംഭവം കൂടി ഇതിൽ ഏറ്റവും കൂടുതലായി കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഈ ഒരു പ്രതിഷേധം വലിയ രീതിയിൽ മുന്നോട്ട് പോകുന്നത്. അതിൽ പ്രത്യേകിച്ച് ഈ ഒരു തൊഴിലിടങ്ങളിൽ സ്ത്രീകളുടെ സുരക്ഷ സംബന്ധിച്ചെല്ലാതിനെയും പ്രത്യേകമായ മാർഗ്ഗരേഖ വേണമെന്ന് ഇവർ ആവശ്യപ്പെടുന്നു. മാത്രമല്ല ഈ ആശുപത്രികളിൽ വനിതാ ഡോക്ടർമാരടക്കമുള്ള, നഴ്സുമാരടക്കമുള്ള എല്ലാ സ്ത്രീകളുടെയും സുരക്ഷ സംബന്ധിച്ചെല്ലാതിനെയും പ്രത്യേകമായ മാർഗ്ഗരേഖ വേണമെന്നൊരു ആവശ്യമാണ് ഇപ്പോൾ ഇവർ ഉന്നയിച്ചിരിക്കുന്നത്. എന്തായാലും കേന്ദ്ര സർക്കാരിനെയും അതോടൊപ്പം തന്നെ കൊൽക്കത്തയിൽ മമതാ സർക്കാരിനെയും ആടിയുലച്ചിരിക്കുകയാണ് ഈ ഒരു പ്രതിഷേധം എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇന്നലെ തന്നെ കേന്ദ്ര സർക്കാർ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാർഗ്ഗരേഖ ഇറക്കാൻ വേണ്ടി ഒരു സമിതിയെ തന്നെ നിയോഗിച്ചിട്ടുണ്ട്. അതുകൂടാതെ കൊൽക്കത്തയിൽ മമതാ സർക്കാർ ഇപ്പോൾ തന്നെ ചില മാർഗ്ഗനിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് രാത്രി ഷിഫ്റ്റുകളിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളുടെ സുരക്ഷയ്ക്കായി പ്രത്യേകമായ വനിതാ വോളണ്ടിയർമാരെ നിയമിക്കും. അതുകൂടാതെ CCTV ക്യാമറകൾ ഉറപ്പാക്കും. അവരുടെ ഷിഫ്റ്റ് സമയമെല്ലാം തന്നെയും കുറയ്ക്കും. അടക്കമുള്ള രാത്രി ജോലി ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ള പ്രത്യേകമായ ശൗചാലയങ്ങളും വിശ്രമ മുറികളും അനുവദിക്കും. അടക്കമുള്ള നിരവധി കാര്യങ്ങൾ ഇപ്പോൾ മമതാ സർക്കാരും കഴിഞ്ഞ ദിവസം പുറത്ത് ഇത്തരത്തിലൊരു മാർഗ്ഗരേഖയായിട്ടെല്ലാം തന്നെയും പുറത്ത് വിടുകയും ചെയ്തിട്ടുണ്ട്. എങ്കിൽ പോലും ഇപ്പോഴും റെസിഡൻറ്റ് ഡോക്ടർമാരും അടക്കമുള്ളവരെല്ലാം തന്നെയും കൊൽക്കത്തയിലും മുംബൈയിലും ദില്ലിയിലും എല്ലാം തന്നെയും വളരെ വലിയ പ്രതിഷേധവുമായി മുന്നോട്ട് പോവുകയാണ്. ഇന്നലെ ദില്ലിയിലെല്ലാം ജന്തർ മന്ദർ എല്ലാം തന്നെയും രാത്രി വൈകി വരെ പ്രതിഷേധം ഉണ്ടായിരുന്നു. ഇതിൽ ഇവർ പ്രധാനമായും ആവശ്യപ്പെടുന്നത് വിമാനത്താവളത്തിന് സമാനമായ രീതിയിൽ തന്നെ ഒരു സേഫ് സോണായി ഈ ആശുപത്രികളെയും പ്രഖ്യാപിക്കുക, ഒരു അതീവ സുരക്ഷാ മേഖലയായി പ്രഖ്യാപിക്കുന്ന രീതിയിൽ അത്തരത്തിലുള്ളൊരു സുരക്ഷ ഈ ആശുപത്രികൾ ഉറപ്പാക്കണമെന്നുള്ളതാണ് ഇവർ പ്രധാനമായും ഉന്നയിക്കുന്നത്. മാത്രമല്ല, ഇത് ഒരു ആദ്യത്തെ അനുഭവം മാത്രമല്ല, മുൻപും നിരവധി സംഭവങ്ങൾ ഇത്തരത്തിൽ ഈ ഡോക്ടർമാരടക്കം, പ്രത്യേകിച്ച് നമുക്കറിയാം കേരളത്തിലടക്കം കൊല്ലപ്പെട്ട ഈ വനിതാ ഡോക്ടർ ഉൾപ്പെടെ കൊല്ലപ്പെട്ട സാഹചര്യം എല്ലാം നിലയും ഉണ്ടായിട്ടുണ്ട്. ആ ഒരു പശ്ചാത്തലം എല്ലാം നിലയും ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു ഇത്തരത്തിൽ ഒരു ശാശ്വതമായ പരിഹാരം എന്ന നിലയിൽ കൃത്യമായ ഒരു മാർഗ്ഗരേഖയും അതീവ തന്ത്രപ്രധാന മേഖലയായി വിമാനത്താവളം പോലെ തന്നെ ആശുപത്രികളെയും ഇത്തരത്തിൽ പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ പ്രധാനമന്ത്രിക്ക് കത്തയച്ചിട്ടുണ്ട്. അതുകൂടാതെ സുപ്രീം കോടതിയിൽ ഇന്നലെ ഹർജി നൽകുകയും സ്വമേധയാ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ എല്ലാം തന്നെയും വളരെ വലിയ രീതിയിൽ എല്ലാ നിലയ്ക്കും നിയമപരമായും അതോടൊപ്പം തന്നെ പുറത്ത് വലിയ രീതിയിൽ പ്രതിഷേധവുമായിട്ടെല്ലാം തന്നെയും ഈ ഡോക്ടർമാരുടെ സംഘടന മുന്നോട്ട് പോവുകയാണ്. ഇന്നും അതിൻ്റെ പ്രതിഷേധങ്ങൾ അലയടിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും അതേസമയം തന്നെ ഇന്നലെ നിർഭയ, നമുക്കറിയാം 2012 അതിക്രൂരമായി കൊല്ലപ്പെട്ട നിർഭയയുടെ അമ്മ അടക്കമെല്ലാം തന്നെ ഇന്നലെ രംഗത്തുവരികയും മമതാ ബാനർജിക്ക് എതിരെല്ലാം തന്നെയും ഈ ഒരു സംഭവത്തിൽ ആദ്യം എടുത്ത നടപടി, അതായത് പോലീസ് നടപടിയെല്ലാം തന്നെയും ശരിയായില്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് രൂക്ഷമായ വിമർശനമായി രംഗത്തുവരികയും ചെയ്തിരുന്നു. ഇത് ബംഗാളിൽ പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയമായ ചരിത്രത്തിനു കൂടി കാരണമായിട്ടുണ്ട്. പ്രത്യേകിച്ച് മമതാ സർക്കാരിനെ സംബന്ധിച്ച് വളരെ വലിയ പ്രതിസന്ധിയിലേക്ക് പോകുന്നു. ഈ ഒരു സംഭവം ഉണ്ടായ ശേഷം പോലീസിൻ്റെ ഭാഗത്തുണ്ടായ വലിയ വീഴ്ചയും ആശുപത്രിയുടെ ഭാഗത്തുണ്ടായ വീഴ്ചയെല്ലാം തന്നെയും മമതാ സർക്കാരിനെ തല്ലൊന്നുമല്ല ഇപ്പോൾ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ളൊരു പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ആരോഗ്യവും ആഭ്യന്തരമെല്ലാം നിലയും കൈകാര്യം ചെയ്യുന്ന മമതാ സർക്കാരിനെതിരെല്ലാം നിലയും വളരെ വലിയ രൂക്ഷമായ വിമർശനം അവിടെ ഇരുന്നു. മമതാ ബാനർജി പ്രതിഷേധവുമായി ഗത്യന്തരമില്ലാതെ തെരുവിലിറങ്ങുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ എല്ലാ രീതിയിലും വലിയ രാഷ്ട്രീയ കോലാഹലത്തിനും ഇപ്പോൾ ബംഗാളിൽ ഇത് സാഹചര്യം ഒരുക്കിയിട്ടുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. എന്തായാലും CBIയുടെ അന്വേഷണം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. CBI ഇനിയിപ്പോൾ ഈ ഒരു പ്രതിയായ സഞ്ജയ്
റോയിനെ സൈക്കോ അനാലിസിസ് ടെസ്റ്റ് നടത്താനുള്ള ഒരു തീരുമാനമായി മുന്നോട്ട് പോവുകയാണ്. അതിൻ്റെ ഭാഗമായി ദില്ലിയിലെ ദില്ലിയിൽ സെൻട്രൽ ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിലുള്ള വിദഗ്ധരെ എല്ലാം തന്നെയും കൊൽക്കത്തയിലേക്ക് അയച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു സൈക്കോ അനാലിസിസ് ടെസ്റ്റിന് വേണ്ടിയുള്ള കേന്ദ്രത്തിൻ്റെ അനുമതിക്കായി കാത്തിരിക്കുകയാണ്. അതുകൂടാതെ ഇന്നലെ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ, ഈ ഒരു സംഭവം നടക്കുമ്പോൾ മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പലായിരുന്ന സന്ദീപ് ഘോഷിനെ തുടർച്ചയായി 2ാം ദിവസവും ചോദ്യം ചെയ്ത് വരികയാണ്. അങ്ങനെ എല്ലാം തന്നെയും അന്വേഷണം മുന്നോട്ട് പോകുന്നു. നിരവധി ട്രെയിനി PG ഡോക്ടർമാരെല്ലാം തന്നെയും ചോദ്യം ചെയ്ത് വരികയാണ്. അത്തരത്തിലെല്ലാം അന്വേഷണം മുന്നോട്ട് പോകുകയാണ്. പക്ഷേ ഇതുവരെയും സഞ്ജയ് റോയ് മാത്രമാണ് ഈ ഒരു ബലാത്സംഗ കേസിൽ അല്ലെങ്കിൽ ഈ ഒരു കൊലപാതക കേസിൽ പ്രതിയായിട്ടുള്ളത്. മറ്റാരെയും ഇതുവരെ പിടികൂട്ടിയിട്ടില്ല. പക്ഷേ ഒന്നിലധികം പേരുടെ സാന്നിധ്യം ഈ ഒരു സംഭവത്തിലുണ്ട് എന്നുള്ളൊരു നിഗമനത്തിലാണ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടെല്ലാം തന്നെയും സൂചിപ്പിക്കുന്നതും ഒന്നിലധികം പേർ കൂട്ടമാനം ഭംഗത്തിന് ഈ ഒരു വനിതാ ഡോക്ടർ ഇരയായി എന്നുള്ളതാണ് ഈ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കം എല്ലാം തന്നെയും ചൂണ്ടിക്കാട്ടുന്നത്. ആ രീതിക്കാണ് ഇപ്പോൾ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. എന്തായാലും വലിയ പ്രതിഷേധം രാജ്യവ്യാപകമായി ഇന്നും ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. 24 മണിക്കൂർ നീണ്ട ഈ IMA ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ പ്രഖ്യാപിച്ച പണിമുടക്ക് സമരം ഇന്നിപ്പോൾ രാവിലെ അവസാനിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ മുതൽ OPയുടെ എല്ലാം തന്നെയും തുറന്ന് പ്രവർത്തിക്കും. എങ്കിൽ പോലും റെസിഡൻറ്റ് ഡോക്ടർമാരെല്ലാം തന്നെയും പ്രതിഷേധം വിവിധ ഇടങ്ങളിൽ വിവിധ സംസ്ഥാനങ്ങളിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. പ്രിയ.